ചില ആൾക്കാർ സ്റ്റോറി കഥ എന്നൊക്കെ കേൾക്കുമ്പോൾ അതിന് ഭയങ്കര സിമ്പിളായിട്ടാണ് കാണാറുള്ളത്. ബട്ട് ആക്ച്വലി അതങ്ങനല്ല. വലിയവരായിട്ടുള്ള നമുക്കൊരു സർപ്രൈസ് പാർട്ടിയോ ഗെറ്റ് ടുഗദറോ ഒക്കെ കിട്ടുന്ന പോലത്തെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു കഥ കേൾക്കുക എന്നുള്ളത്. അള്ളാഹു പോലും ഖുർആനിലൂടെ പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത് കഥകളിലൂടെയാണ്. നമ്മുടെ കുട്ടികളുടെ ലോകത്ത് കഥ കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൊരു രസം മാത്രമല്ല, അതൊരു ലേണിംഗ് പ്രോസസ്സാണ്. നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻസ് അവരുടെ തലച്ചോറിലേക്കാണ് പോകുന്നത്. പക്ഷെ അവർക്ക് കൊടുക്കുന്ന എക്സ്പീരിയൻസ്, അനുഭവം അവരുടെ ഹൃദയത്തിലേക്കാണ് പോകുന്നത്. മദ്രസയിൽ നിന്നോ സ്കൂളിൽ നിന്നോ പഠിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒരു ഡാറ്റ ആയിട്ട് മാത്രമാണ് അവരുടെ മൈൻഡിൽ സേവ് ചെയ്യപ്പെടുക. ആ ഡാറ്റ ജീവിതമായിട്ട് മാറണമെങ്കിൽ അത് ആ കുട്ടികളുടെ ഹൃദയം തൊടുന്നതായിരിക്കണം. ഏതെങ്കിലും ഒരു ഇസ്ലാമിക് സ്റ്റോറീസ് അല്ലെങ്കിൽ ഒരു പ്രോഫറ്റിക് നരേറ്റീവ്സ് കേൾക്കുന്ന സമയത്ത് കുട്ടികളുടെ കണ്ണ് നിറയുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അവിടെയാണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് കുട്ടികളുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. ഈ ഒരു സ്കൂൾ വെക്കേഷൻ ടൈമിൽ കുട്ടികൾ എങ്ങനെയെങ്കിലുമൊക്കെ നല്ലതിൽ എൻഗേജ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല വഴികളും നോക്കാറുണ്ട്. എന്നാൽ ഈ കുട്ടികളുടെ അനാവശ്യമായിട്ടുള്ള മൊബൈൽ സ്ക്രീൻ ഡിപ്പെൻഡൻസി പലപ്പോഴും ആ മക്കളുടെ ക്രിയേറ്റിവിറ്റിയെ നശിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ കുട്ടികളെ ബാധിക്കുന്ന വലിയൊരു ഡാമേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്വൽ ഓവർലോഡാണ്. എല്ലാ കാര്യങ്ങളും റെഡിമെയ്ഡായിട്ട് പാക്കഡ് ആയിട്ട് മൊബൈൽ സ്ക്രീനിൽ കിട്ടുമ്പോൾ അവരുടെ ഇമാജിനേഷൻ സ്കില്ല് വർക്ക് ചെയ്യപ്പെടുന്നില്ല. നമ്മളൊക്കെ പണ്ട് കഥകൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഇമാജിനേഷൻ വേൾഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുമായിരുന്നു. ആ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സ് തിരിച്ചു പിടിക്കാനാണ് ഈ ഒരു വെക്കേഷൻ ടൈമിൽ കിസ്സ എന്നൊരു ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ മക്കൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇത്. ഈ കിസ്സ എന്നുള്ള ആപ്ലിക്കേഷൻ ഒരു അടിപൊളി സ്റ്റോറി ടെല്ലിംഗ് ആപ്പാണ്. ഇസ്ലാമിക് സ്റ്റോറീസും വേൾഡ് ക്ലാസിക് സ്റ്റോറീസും ഒക്കെ ഇതിൽ അവൈലബിളും ആണ്. നമ്മുടെ കുട്ടികൾ ഇത് കേൾക്കുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും അവരുടെ ക്രിയേറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. മാത്രമല്ല പാരൻസ് ആയിട്ടുള്ള നമ്മളും കൂടി ഇതിലേക്ക് ഇൻവോൾവ് ആവുകയാണെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയുള്ള ഫാമിലി ടൈം കൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ ഇത് സഹായിക്കും. അനാവശ്യമായിട്ടുള്ള നമ്മുടെ മക്കളുടെ സ്ക്രീൻ ടൈം കുറക്കാൻ പാരൻസ് ആയിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കിസ്സ എന്നുള്ള ആപ്ലിക്കേഷൻ ഡെഫിനറ്റായിട്ടും മസ്റ്റായിട്ടും നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കണം. ഫോർ മോർ ഡീറ്റെയിൽസ് ആപ്പിൻ്റെ ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പാരൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. നമ്മുടെ മക്കൾക്ക് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും ഇൻഷാ അല്ലാഹ്.